തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. അജീഷ് ഉണ്ട് അവിടെ നിന്ന്. കഴിഞ്ഞ മണിക്കൂറുകളിലെ കനത്ത മഴയുടെ കണക്കുകൂടി വരുന്നുണ്ട്. ഏതായാലും എറണാകുളത്ത് പറവൂരിലും മറ്റും അതിശക്തമായ മഴ. നോർത്ത് പറവൂരിൽ 95 മില്ലിമീറ്റർ മഴയാണ് ഇന്ന് രാവിലെ 8:30 മുതൽ 5 മണി വരെ ലഭിച്ചിരിക്കുന്നത്. ചെരുവാഞ്ചേരിയിൽ 93 മില്ലിമീറ്റർ, കരുമാടി, ഊളനാട്, കളമശ്ശേരിയിൽ 69 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. അതിശക്തമായ മഴ. തിരുവനന്തപുരം സിറ്റിയിൽ 68 മില്ലിമീറ്റർ മഴയാണ് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം 5 മണി വരെ ലഭിച്ചിരിക്കുന്നത്. 5 മണിക്കുള്ള വന്ന കണക്കാണ്. അതിൽ അതിശക്തമായ മഴ ഇവിടങ്ങളിലെല്ലാം, ഈ വെള്ളക്കെട്ടുണ്ടായ സ്ഥലങ്ങളിലെല്ലാം അതിശക്തമായ മഴ ലഭിക്കുന്നു എന്ന കണക്കുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അജീഷ് ജയകുമാറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, തിരുവനന്തപുരത്തിൻ്റെ നഗരപ്രദേശം നമുക്കറിയാം. ഈ കൊച്ചിയിൽക്ക് മുന്നേ തന്നെ ആദ്യം തന്നെ അവിടുത്തെ അമൃത് പദ്ധതിയിലെ റോഡ് പണി, അങ്ങനെ പല കാരണങ്ങളുണ്ട് അവിടെ വെള്ളക്കെട്ടിന്, അല്ലെങ്കിൽ വഴി നടക്കാൻ പോലും ആവാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നെന്താണ് അവിടുത്തെ അവസ്ഥ? മഴയുണ്ടോ? വെള്ളക്കെട്ടുണ്ടോ? ഗോകുൽ, എന്തായാലും ഉച്ച മുതൽ തുടങ്ങിയ മഴ കാരണം തലസ്ഥാന നഗരത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളിലും വെള്ളം കയറി എന്ന് വേണം പറയാൻ. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തിന്റെ നഗരത്തിലെ തന്നെ തൊട്ടടുത്തുള്ള അമ്പലമുക്ക് എന്ന പ്രദേശമാണ്. ഇവിടുത്തെ NCC റോഡ്, അവിടെ തന്നെ ഇവിടുത്തെ ഒരുപാട് റെസിഡൻസ് അസോസിയേഷനുകളുടെ ഒരുപാട് വീടുകളുണ്ട്. 1000-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് ഈ മേഖല. ഇവിടെ ഒരുപാട് വീടുകളിലകത്തും വെള്ളം കയറി, കടകളിൽ വെള്ളം കയറി, വർക്ക്ഷോപ്പുകളിൽ വെള്ളം കയറി, പല വാഹനങ്ങളും വെള്ളത്തിനടിയിലായി, ഒരുപാട് വീടുകൾക്കകത്തേക്ക് വെള്ളം കയറി. വൈകിട്ട് വരെ ഇപ്പോൾ മഴയ്ക്ക് ഒരു അല്പം ശമനമുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഇവിടെയുള്ള ഒരു വീടാണ്. ആ വീടിന്റെ മുൻവശം വരെ ഇപ്പോൾ വെള്ളമുണ്ട്. പല വീടുകളുടെ അകത്തും, ഈ താഴ്ന്ന ഭാഗത്തുള്ള വീടുകളുടെ അകത്ത് വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടുത്തെ വാർഡ് മെമ്പർ കൂടെയുണ്ട്. ചേട്ടാ, ഇവിടെ എത്ര വീട്? മുൻ കൗൺസിലറാണ്, ചെട്ടിവിള മുൻ കൗൺസിലറാണ്. ഈ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഒരു 5-6 വർഷം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഇതിലൊരു പ്രശ്നമെന്ന് പറയുന്നത്, നമ്മുടെ അമ്പലമുക്കിൽ നിന്ന് വരുന്ന ഒരു ഓട മുട്ടയുടെ ഭാഗത്തോട്ടാണ് കൊടുത്തിരുന്നത്. അത് മാറ്റിയിട്ട് അവർ ഡൈവേർട്ട് ചെയ്ത് അതിനെ അത്രയും ഒരു 1.5 ആൾ പൊക്കത്തിലുള്ള ഒരു ഓടയായിരുന്നു. ഇപ്പൊ ഈ പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പൊ ഇവരെയൊക്കെ മാറ്റി പാർപ്പിക്കാൻ എന്തെങ്കിലും സജ്ജീകരണങ്ങൾ ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ അതിനുള്ള ഒരു നടപടി നോക്കുന്നുണ്ട്. പെട്ടെന്നുള്ളൊരു ഇതായിരുന്നു, അതിനുള്ളൊരു ഇത് അദ്ദേഹം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ പ്രവർത്തകരും ഇതിന്റെ ഭാഗമായിട്ട് ഇറങ്ങി നടക്കുന്നുണ്ട്. പല ഭാഗങ്ങളിൽ നല്ല രീതിയിൽ വെള്ളം കയറി, ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ പല ഭാഗങ്ങളിലും, നമ്മുടെ വാർഡിലും ഈ ഭാഗമെല്ലാം പഴയ വയലായിരുന്നു. അതെല്ലാം മണ്ണിട്ട് നികത്തിയിട്ട് കെട്ടിടങ്ങളായി അങ്ങനെ വന്നൊരു സ്ഥലമായിരുന്നു. അപ്പൊ അതാണ് ഈ മുൻ കൗൺസിലറാണ്, അദ്ദേഹമാണ് ഈ പറയുന്നത്. അതായത് ഇവിടുത്തെ ഓടയുടെ പ്രശ്നം കാരണമാണ്. കാരണം ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ വന്ന് നോക്കുമ്പോൾ തന്നെ ഈ സൈഡിലൂടെ ഒഴുകുന്ന ഓടയെല്ലാം നിറഞ്ഞു കവിഞ്ഞ് അതിന് പുറത്തേക്ക് വെള്ളം കവിയുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന വീട്, ഇത് മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നുള്ള ജിജി തോമസിന്റെ വീടാണ്. അദ്ദേഹത്തിന്റെ വീടിന്റെ മുൻവശം പോലും പൂർണ്ണമായും വെള്ളക്കെട്ടാണ്. പല വാഹനങ്ങളും ഇവിടെ നിന്ന് ഈ വെള്ളക്കെട്ടിലൂടെ കടന്നു പോകാനാകാതെ തിരിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ വെള്ളം ഒരു അല്പം കുറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഒരു തോട് കര കവിഞ്ഞ് ഇപ്പോൾ റോഡിലൂടെ ഒഴുകുകയാണ്. ഇപ്പോൾ റോഡ് ഏതാണ് തോട് ഏതാണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെയും ഒരുപാട് വീടുകളുണ്ട്. ഈ വീടുകളുടെ അകത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ചെറിയ കടകളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്, അവിടെ എത്രയും വെള്ളം കയറിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഈ തമ്പാനൂർ ഭാഗത്തൊക്കെ പോയപ്പോഴും റെയിൽവേ സ്റ്റേഷന്റെ മുൻവശവും വ്യാപകമായിട്ട് വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. വലിയ രീതിയിൽ ഗതാഗത തടസ്സമുണ്ടായി. SS കോവിൽ റോഡും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ മുൻവശവും ബേക്കറി ജംഗ്ഷനിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. അങ്ങനെ തലസ്ഥാന നഗരം അക്ഷരാർത്ഥത്തിൽ മുങ്ങിയ ഒരു കാഴ്ചയായിരുന്നു ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണിക്ക് ശേഷം തുടങ്ങിയ ശക്തമായ മഴയാണ്. രാവിലെ ചെറിയ ചാറ്റൽ മഴയായിരുന്നു ഉണ്ടായിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം അത് മരണപ്പെയ്ത്തായിരുന്നു പെയ്തത്. അങ്ങനെ തലസ്ഥാന നഗരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും മുങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പല വീടുകളിലും വെള്ളം കയറി. ഇവിടെയൊന്നും മാറ്റിപ്പാർപ്പിക്കാൻ പോലുള്ള ഒരു സജ്ജീകരണം പോലും ഇതുവരെയും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഇതുവരെയും ചെയ്തിട്ടില്ല. ഈ രാത്രി ഇവരിങ്ങനെ ഇവിടെ അന്തി ഉറങ്ങുന്ന പോലെ നമുക്ക് സംശയമുണ്ട്. കാരണം ചെറിയ വീടുകളാണ് പലയിടത്തും. ഇവരൊക്കെ ഈ സാധനങ്ങളൊക്കെ ഈ മേശപ്പുറത്തൊക്കെ കയറ്റി വെച്ച്, കുട്ടികളും പ്രായമായവരുണ്ട്, രോഗികളുണ്ട്, ഇവരൊക്കെ ഈ രാത്രിയിൽ എങ്ങനെ ആ വീടുകളിൽ ഉറങ്ങുമെന്നുള്ളത് സംശയമാണ്. പലരും ബന്ധു വീടുകളിലേക്ക് പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ്. ചിലർ പറയുന്നു മഴ മാറി നിൽക്കുകയാണെങ്കിൽ ഈ രാത്രിയിൽ വീടിനകത്തുള്ള വെള്ളം കോരി മാറ്റിയ ശേഷം അവിടെ തന്നെ ഉറങ്ങാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വീട്ടുകാരുള്ളത്. എന്തായാലും തലസ്ഥാന നഗരത്തിൽ ഇപ്പോൾ ഈ വൈകുന്നേരം മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിൽ പോലും അതിന്റെ കെടുതികൾ വെള്ളക്കെട്ട് ഇപ്പോഴും ബാക്കിയാണ്. ഈ ശുചീകരണ തൊഴിലാളികൾ, നമ്മൾ നേരത്തെ കണ്ടതുപോലെ ശുചീകരണ തൊഴിലാളികൾ തലസ്ഥാനത്തിന്റെ ഈ വെള്ളക്കെട്ടുള്ള പല ഭാഗങ്ങളെയും വൃത്തിയാക്കുന്ന നടപടികൾ തുടങ്ങിയെങ്കിൽ പോലും അതൊന്നും എങ്ങും എത്തുന്നില്ല. ചാലക്കമ്പോളം പൂർണ്ണമായിട്ട് മുങ്ങിയ ഒരു അവസ്ഥയാണ്. അവിടെ ഈ അമൃത് പദ്ധതിയുടെ
സ്മാർട്ട് റോഡിന്റെ പണി കാരണം പല ഓടകളും പകുതി വഴി വെച്ച് അടച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ചാലക്കമ്പോളം ഏതാണ്ട് പകുതിയധികം മുങ്ങി. പല വ്യാപാര സ്ഥാപനങ്ങളിലകത്തും വെള്ളം കയറി, കടകളെല്ലാം അടച്ച് വ്യാപാരികൾ പോകാനെങ്കിലും പക്ഷേ ഈ ഷട്ടറുകളിനകത്തുകൂടി വെള്ളം കയറി സാധനങ്ങൾ നശിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും തലസ്ഥാന നഗരത്ത് ഈ മഴ ദുരിതപ്പെയ്ത്തിൽ ഇതാണ് കാഴ്ച. ഗോകുൽ, തീർച്ചയായും കൊച്ചിയിലും തിരുവനന്തപുരത്തും നഗരവാസികൾക്ക് ജീവിക്കാനാവാത്ത അവസ്ഥയാണ്. ഈ കാലവർഷത്തിന് മുന്നോടിയായുള്ള ഈ കനത്ത മഴയിൽ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ ഇനി മുന്നോട്ട് എന്താകും എന്നുള്ള ആശങ്കയിലാണ് അവർ. വീടിനകത്ത് വെള്ളം കയറിയവർ ഇനി എങ്ങനെ അവിടെ കഴിയും എന്ന ആശങ്ക. വെള്ളം ഇറങ്ങുമെന്ന പ്രതീക്ഷയിൽ അവിടെ തന്നെ തുടരുകയാണ്. അപ്പോഴും ഇടവിട്ടുള്ള മഴ അവർക്ക് പ്രതിസന്ധിയാവുന്നുണ്ട്. തിരുവനന്തപുരത്തും കൊച്ചിക്ക് സമാനമായ കാഴ്ചകളാണ് ഇന്ന് ഉള്ളത്. അതപ്പോൾ അജീഷ് ജയകുമാർ പങ്കുവച്ചു.